ಬಿಡಿಬಿಡಿಯಾയിട്ട് നിങ്ങൾക്ക് ಮನವರಿಕೆಯಾಗಿ ತರೋಣ. ಕಾಲಿ ഇങ്ങനെ ಅದರ ആകത്തുക ಅದರ പുറഭാഗ ചൊന്നെങ്ക മയ്യാവില്ല. അപ്പം എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് മനസ്സിലാക്കുക. ചൊമ്മ നേരെ വരും. അതായത് ചൊമ്മ ഒരു ടൈം പിടിക്കിട് ഈ സുന്നത്ത് ജമാഅത്ത് എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ, അത് എങ്ങനെ വന്നത്, അതിനെ പറ്റിയിട്ട് ഇൻഷാ അള്ളാ ഒരു തെല്ലുനാറ ചർച്ച ആക്കിയിട്ട് പിന്നെ കുറേ ലേലമല്ല ഇക്കണല്ലേ. ലേലമല്ല ഉണ്ട് ഇല്ലേ ഉണ്ടോ? അപ്പോൾ ലേലമല്ല വിളിച്ചിട്ട് ഇൻഷാ അള്ളാ ദുവർന്നിട്ട് നിങ്ങൾക്ക് ചന്തത്തിൽ പിരിയാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. കാരണം ഈ വഅദ് പരിപാടിയെല്ലാം സാധാരണ റമളാൻ്റെ മുന്നോല് ಎಲ್ಲ ತೀರ್ರು പനക്കിങ്ങനെ ഈ ഒരു വേദിക്ക് വന്നിട്ടാകുമ്പോഴത്തേക്കു ഇനി പണ്ട് റമളാനല്ലേണ്ടവർക്കെന്നൊക്കെ നെനപ്പൈത്ത്. കാരണം എല്ലാ മോത്തും എങ്ങനെ റമളാൻ്റെ മുന്നോല് എല്ലാം തീർറ് പരിപാടിയും ഉറൂസും റാത്തീബ് നേർച്ചയും ദിക്ർ നേർച്ചയും എല്ലാ നേർച്ചയും എന്ത് പരിപാടി ഇന്നെ കണ്ടെങ്കിലും റമളാൻ്റെ മുന്നോലും അതെല്ലാം തീർന്നിട്ട് ഇനി പണ്ട് റമളാൻ. അപ്പോൾ റമളാൻ പിന്നെ സാധാരണ തിങ്കൾ എന്തു റബീഉൽ അവ്വൽ എന്തു ഇക്കില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു റമളാൻ നെനപ്പായി പോയിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആ റമളാൻ നമുക്ക് ലാസ്റ്റത്തെ റമളാൻ ആക്കാണ്ട് ഇനിയും ചമ്മ റമളാൻ നമുക്ക് ഫേസാക്കാനുള്ളതായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. ചൊമ്മ റമളാൻ തിങ്കൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എത്തുപാടി തരണേ അല്ലാ, നീ എത്തുപാടി തരണേ അല്ലാ. ലാസ്റ്റത്തെ റമളാൻ ആക്കല്ല തമ്പുരാനെ. ഇനിയും ഒരുപാട് റമളാൻ നമുക്ക് നീ എത്തുപാടി താ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ ബഹുമാനമുള്ള മോമിനങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ചെന്നെങ്കിൽ എന്തരേ സുന്നത്ത് ജമാഅത്തിലെ പ്രമാണങ്ങൾ 4 പ്രമാണങ്ങളുണ്ട്. അതായത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇപ്പോൾ ഖുർആനിൽ ഇപ്പോൾ ഒരു വിഷയ നിസ്കരാർത്ത വിഷയ അത് എവിടുണ്ടെന്ന് കേട്ടെങ്കിൽ ഒന്നിരിക്കലും ഖുർആനുണ്ടാ? ഖുർആനിലുണ്ട്. അഖീമുസ്വലാത്ത, നിസ്കാരത്തെ നിങ്ങൾ നിലനിർത്തൂ എന്നുള്ള ഖുർആനിലുണ്ട്. ഇനി 5 വഖത്ത് നിസ്കാര അത് ഹദീസിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള വിഷയ ബാക്കി ഏതേ വിഷയാവട്ടെ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഈ 4 പ്രമാണങ്ങളാണ് ഇസ്ലാമുള്ളത്. കാല് ഖുർആൻ നോക്കിങ്ങ മയ്യാവാല, ഹദീസ് നോക്കിങ്ങ മയ്യാവാല. ഖുർആൻ ഇല്ലെന്ന് കണ്ടെങ്കിൽ ഹദീസ്, ഹദീസിലില്ല കണ്ടെങ്കിൽ ഇജ്മാ അല്ലെങ്കിൽ ഖിയാസ്. ഇത് 4 പ്രമാണങ്ങളാണ് നമുക്കുള്ളത്. ഈ ബിദ്അത്ത് ചെന്നെങ്കിൽ എന്തരേ ബിദ്അത്ത് എന്നെങ്കിൽ ബിദ്അത്ത് 2 ടൈപ്പ് ഉണ്ട്. ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്ത് സഗീഅത്ത് ഉണ്ട്. ബിദ്അത്ത് ഹസനത്ത് ഉണ്ട് എന്നെങ്കിൽ നല്ല ബിദ്അത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ ഇല്ലാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ ഇല്ലാത്തത്, പക്ഷേ അത് ബിദ്അത്താണ്, പക്ഷേ ബിദ്അത്ത് ഹസനത്താണ്. ഇനി പിന്നൊരു ബിദ്അത്ത് അത് സയ്യിഅത്ത്, അതായത് മോശമായ ബിദ്അത്ത്. നബി തങ്ങളുടെ കാലത്തിൽ അത് ഇല്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് ആക്കിയെങ്കിൽ അത് അപകട. ഈ കാലഘട്ടത്തിൽ അത് ആക്കണക്ക് തീരാ, അത് ആക്കിയെങ്കിൽ ബുദ്ധിമുട്ടു. അതാണ് ബിദ്അത്ത് സയ്യിഅത്ത്. ബിദ്അത്ത് എന്ന് ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങളെ തലക്കിറപ്പ ഓടുന്നത് സയ്യിഅത്താണ്, അതായത് മോശമായ ബിദ്അത്താണ്, നല്ല ബിദ്അത്തല്ല. അപ്പോൾ ഈ ബിദ്അത്ത് ചൊല്ല എന്തരേക്ക് ഇജ്മാ, അതായത് മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ട് ഒരു കാര്യ നടപ്പിൽ വരുത്തിയതിരെ അങ്ങ് അംഗീകരിക്കില്ല, അങ്ങ് അതിരെ വിശ്വസിക്കില്ല, അങ്ങനെ നടപ്പിൽ വരുത്തില്ല അത്. അപ്പോൾ ആ വിശ്വാസ, അതായത് മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ കൊണ്ടുവന്ന കണികത്തെ കാര്യങ്ങൾ അത് അങ്ങ് അംഗീകരിക്കില്ല. അംഗീകരിക്കാത്തത് കാരണം മുബത്തദി കൊണ്ട് ചൊല്ല്, അതായത് പുത്തൻ ആശയക്കാരൻ, അതായത് പുത്തൻവാദി. പുത്തൻവാദി എന്നെങ്കിൽ അത് എല്ലാം മുക്കാകട്ടെ സലഫിസം, ജമാഅത്തിസം എല്ലാം അതിൽ വന്നു പോയിട്ട് ബിദ്അത്ത് എന്നെങ്കിൽ. അപ്പോൾ ആ ബിദ്അത്തിൽ ഞങ്ങൾ പെടണക്ക് തീറാ, ബിദ്അത്ത് ഞങ്ങൾ പെടണക്ക് തീറാ. അതല്ലേ ബഹുമാനപ്പെട്ട
ഞങ്ങളെ ഖത്തീബ് ഉസ്താദ് ഫസ്റ്റിಗೆ ഒരു ആയത്ത് ഓതി വെച്ചിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നണ്ട നീന് മുസ്തഖീമായ മാർഗത്തിൽ ഞങ്ങൾ നീന് സഞ്ചരിപ്പിക്കുക അല്ലാ. മുസ്തഖീം അതായത് ചൊവ്വായ നല്ല മാർഗത്തിൽ ഞങ്ങൾ നീന് സഞ്ചരിപ്പിക്കുക അല്ലാ. ഞങ്ങൾക്ക് ഹിദായത്തിലെ മാർഗത്തിൽ ഞങ്ങൾ നീ സഞ്ചരിപ്പിക്കുക അല്ലാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതായത് നീ നിഅമത്ത് ചെയ്ത ആ ഒരു റൂട്ടിന്മേൽ. അതൊക്കെ 3 വ്യാഖ്യാന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, മുഫസ്സിരിങ്ങളായ പണ്ഡിതന്മാർ 3 വ്യാഖ്യാനം കൊടുക്കാറ്. 6 നിഅമത്ത് ചെയ്ത വഴിയാറ് മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അമ്പിയാക്കന്മാരോട് ഓടി, അതുപോലെ സ്വാലിഹിങ്ങളോടും അതുപോലെ സിദ്ദീഖിങ്ങളോടും ഇങ്ങളെ റോട്ടിൽ നീന ഞങ്ങളെ സഞ്ചരിപ്പിക്കുക അല്ലാണ്ട് ചൊന്നിട്ടു. ഞങ്ങൾ സാധാരണ എല്ലാ ഫാത്തിഹ സൂറത്തും ഓതില്ലേ. എന്തേ ആ ബിദ്അത്ത് അത്ര ഒരു മോശമാണ്, ബിദ്അത്ത് സയ്യിഅത്ത് അത്ര ഒരു മോശമാണ്. അതിൽ ഞങ്ങൾ പെട്ടെണ്ണുകുത്തീറാ, ആ വഞ്ചിതൽ ഞങ്ങൾ പെട്ടെണ്ണുകുത്തീറാ. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുടി എന്തരേ, 3 കാര്യത്തോടൊട്ടിക്കല്ലാണ്ട് അത് സ്വീകാര്യമല്ല. 3 കാര്യത്തോട് കൂടിയിട്ടല്ലാണ്ട് അത് സ്വീകാര്യമാവില്ലാണ്ട്. ഏതാണ് 3 കാര്യം? അത് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ലാ തുഖബലു സലാസത്തുൻ ഇല്ലാ മഅ സലാസ, 3 കാര്യമുണ്ടോ, 3 പ്രവർത്തനമുണ്ട്, 3 അമലുണ്ടോ. ആ 3 അമൽ സ്വീകാര്യമാവണോണ്ട് കണ്ടെങ്കിൽ പിന്നൊരു 3 അമൽ വേണം മുഅ്മിനേ, പിന്നൊരു 3 അമൽ വേണോ. ഏതാണ് 3 അമൽ? അത് അസ്വലാ, നിസ്കാരമാണ്. ഞങ്ങളുടെ നിസ്കാര സ്വീകാര്യമാവനോണ്ട് കണ്ടെങ്കിൽ, ഞങ്ങളുടെ നിസ്കാര കബൂലാവനോണ്ട് കണ്ടെങ്കിൽ സകാത്ത് കൊടുത്തിട്ട് വേണോ. ഇല്ലാ മഅ സകാത്ത് കൂടെയല്ലാണ്ട്, സകാത്ത് കൊടുക്കാണ്ട് ഞങ്ങളുടെ നിസ്കാര സുഹിയല്ല. മുതലുള്ള ആലമാറ് ചിന്തനയാക്കണോ, സമ്പത്തുള്ള ആലമാറ് ചിന്തനയാക്കണോ. നിങ്ങളെ സമ്പത്തിൽ നിങ്ങൾ സക്കാത്ത് കൊടുത്തുറാറാ. എത്ര പാവപ്പെട്ട ആലമാറാണുള്ളത്. കഞ്ഞിക പോലും ഗതിയില്ലാത്ത പറതാടകനിക്കത് എത്രയോ പാവപ്പെട്ട ആലമാറുള്ളാറ്. അങ്ങനെ വന്ന് നിങ്ങൾ കണ്ണോടിച്ച് നോക്കിടാറാ. എന്തൊക്കെ ഏറെ ചൊല്ലണോ, നിങ്ങളുടെ കുടുംബത്തിൽ പോയി നിങ്ങൾ കണ്ണോടിച്ച് നോക്കിറാറാ. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പാവപ്പെട്ട ആലമാറുള്ളാറ്, എത്ര സങ്കടത്തിൽ കൂടി കഴിയുന്ന ആൾമാരുള്ളത്, എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടുള്ള ആൾമാരുള്ളത്. അങ്ങനെ വന്നു പോയി നിങ്ങൾ കണ്ണോടിച്ച് നോക്കിറാറാ. അങ്ങ് നിങ്ങൾ സക്കാത്ത് കൊടുത്തറാറാ. നിങ്ങളെ സക്കാത്ത് നിങ്ങൾ കൊടുത്തില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്കാര സ്വീകാര്യമല്ല, നിങ്ങളുടെ നിസ്കാര കബൂലല്ല. അതുകൊണ്ടിട്ട് സക്കാത്ത് കൊടുക്കടെ ആൾമാർ, പൈസ ഉള്ള ആൾമാരെ നിങ്ങൾ സക്കാത്ത് കൊടുക്കണോ. അതിന് അവകാശികളെ പോയി നിങ്ങൾ സക്കാത്ത് കൊടുക്കണോ. നിങ്ങൾ ആലോചനാക്കണോ. സക്കാത്ത് അതിന് ആൾമാർ ചൊമ്മ ആൾമാരിക്കുവാർ കട ഇന്നെ കണ്ടെങ്കിൽ അങ്ങ് ചിലപ്പോൾ പൈസക്ക് ആവശ്യമുള്ള ആൾമാരാണ്. നിങ്ങളിപ്പോൾ സക്കാത്തുള്ള കൊടുക്കുന്ന ആൾമാർ പിന്നെ ഒരു സക്കാത്ര പൈസ എന്നിട്ടിങ്ങനെ കൊടുക്കാറ്. ചിലപ്പോൾ നന്നെ സംബന്ധിച്ച് നക്ക് ചൊമ്മ കടങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നക്കെന്താക്കാൻ സക്കാത്ത് എടുത്തോളാം. പക്ഷേ നക്കിന് കട എന്തും ഇല്ല, നക്ക് എല്ലാം റാഹത്തുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഒരു ബുദ്ധിമുട്ട് എന്തില്ല എങ്കിൽ ആ സക്കാത്ര പൈസ എടുക്കണം കൊത്തിയറ. കാരണം അവിടെ സക്കാത്ത് വീടില്ല. കടം കൊണ്ടിട്ട് ബുദ്ധിമുട്ടായ ചില ആൽമാറിക്കിടാറ്. അങ്ങ് പോയിട്ട് എന്താക്കണോ, സക്കാത്ത് കൊടുക്കണോ. ചൊമ്മ കഷ്ടത്തിൽ പട്ടിണി പാവമായിട്ട് കൂടി കഴിയുടെ ആൾമാർ അങ്ങനെ ഒന്ന് പോയി നിങ്ങൾ സന്ദർശിക്കണോ. അങ്ങ് പോയി സക്കാത്ത് കൊടുക്കണോ. ആ സക്കാത്ത് കൊടുത്തെങ്കിലേ നിസ്കാര സ്വഹിയാവൂല, അല്ലെങ്കിൽ സ്വീകാര്യമല്ല. ജാഗ്രതാക്കണോ. പൈസക്കാരെ ജാഗ്രതാക്കണോ, സമ്പത്തുള്ള ആൾമാരെ ജാഗ്രതാക്കണോ. അപ്പം അതുകൊണ്ടിട്ടോ അത് എത്ര ആ ഹക്കുണ്ടോ, എത്രയാണ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ആൾമാർ അതെന്താക്കണോ അങ്ങ് നിങ്ങൾ കൊടുത്തു വിടണം. പാവപ്പെട്ടവരെ, പാവത്തെ ആൾമാരെ ഞങ്ങൾ പരിഗണിക്കണോ, സന്ദർശിക്കണോ.
പാവത്തെ ആൾമാർ ഉള്ളത് കൊണ്ടിട്ടാണ് പൈസക്കാർ ഉണ്ട് നിലനിൽക്കണു സാധ്യ. പാവപ്പെട്ട ആൾമാരില്ലെന്ന് കണ്ടെങ്കിൽ ഉണ്ട് പൈസക്കാർ നിലനിൽക്കാത്ത. ഇത് ഇമാമിങ്ങ ചൊന്നതാണ്, ഇമാമിങ്ങ ചൊന്ന ഫലക ഇത്. അപ്പം അതുകൊണ്ടിട്ടോ സക്കാത്ത് കൊടുത്തു വിടണം. ഇല്ലെന്ന് കണ്ടെങ്കിൽ നിസ്കാര സുഹിയല്ല. ഞങ്ങളുടെ നിസ്കാര കബൂലാവണമെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ട് വിടണോ. അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാരാവട്ടെ. ഇനിയും രണ്ടാമതായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുടോ, ഇത്താഅത്തുല്ലാഹ് ഇല്ലാ മഅ ഇത്താഅത്തി റസൂൽ. അല്ലാഹു വഴിപ്പെടുന്നത്, അല്ലാഹു എത്രേ നിങ്ങൾ വഴിപ്പെട്ടാണ്ട് കണ്ടെങ്കിലും പക്ഷേ നബിത്തങ്ങളെ നിങ്ങൾ വഴിപ്പെടില്ല, നബിത്തങ്ങൾ ചൊന്നതുപോലെ കേൾക്കില്ല, നബിത്തങ്ങൾ ചൊന്നതുപോലെ നിങ്ങൾ അനുസരിക്കില്ല എങ്കിൽ അല്ലാഹുവിനുള്ള വഴിപ്പെടൽ വേണ്ട മോമിനെ. അല്ലാഹുവുള്ള വഴിപ്പെടൽ അല്ലാഹുവു വേണ്ട. അല്ലാഹുവിനെ എത്ര ഇബാദത്ത് എടുത്താണ്ട് കണ്ടെങ്കിലും, അല്ലാഹുവിനെ എത്ര നിങ്ങൾ ദിക്ർ ചൊന്നാണ്ട് കണ്ടെങ്കിലോ, എത്ര നിങ്ങൾ ജാമു നിസ്കരിച്ചാണ്ട് കണ്ടെങ്കിലോ പക്ഷേ നബിത്തങ്ങൾ നിങ്ങൾ വഴിപ്പെടില്ല, നബിത്തങ്ങൾ അവന് വഴിപ്പെടില്ല എങ്കിൽ അവൻ്റെ അല്ലാഹുവിനുള്ള വഴിപ്പെടലും അത് സ്വീകാര്യമല്ല. അല്ലാഹുവിന്റെ വഴിപ്പെടൽ സ്വീകാര്യമാവനോണ്ട് കണ്ടെങ്കിൽ നബിത്തങ്ങൾക്കും വഴിപ്പെട്ടിട്ട് വേണോ. നബിത്തങ്ങ എന്തെല്ലാം കൊണബന്ത, എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതെന്താ അതെല്ലാം ഞങ്ങൾ ആക്കിയിട്ട് വേണം മുഅ്മിനേ. നബിത്തങ്ങളെ നബിത്തങ്ങളെ മേലെ മൗലൂദ് കഴിക്കണോ, നബിത്തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലണോ. ഇന്നത്തെ സലഫീസം ചൊല്ല എന്തരേ, ഇന്നത്തെ അതാ ബിദ്അഈ കക്ഷികള് ബിദ്അത്തുകാർ ചൊല്ല എന്ത്ര കൊണ്ടുണ്ടാ മൗലൂദ് ഓതരുക തീരാ അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് ചൊന്ന് നടുക്കടാലമാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലുള്ള ഓരോ മുഅ്മിനീങ്ങൾ ചിന്തിക്കണോ. നാന കേക്കട്ട അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുടോ, അസ്ഹാബീ കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. നന്റെ സ്വഹാബിമാരുണ്ടല്ലേ അങ്ങനെ നക്ഷത്ര തുല്യരാണ്. അങ്ങനെ ആരെങ്കിലും ഒരാളെ പിൻപറ്റിയാണ്ട് കണ്ടെങ്കിൽ, നന്റെ സ്വഹാബിമാരെ ആരെങ്കിലും ഒരാളെ പിൻപറ്റിയാണ്ട് കണ്ടെങ്കിൽ, നന്റെ സ്വഹാബിമാർ ആരെങ്കിലും ഒരാൾ ചൊന്നത് അനുസരിച്ചാണ്ട് കണ്ടെങ്കിൽ ഇഹ്തദൈതും നിങ്ങൾ സന്മാർഗത്തിലായറ്, നിങ്ങൾ നല്ല ഒരു ആൽമാരായറ്, നിങ്ങൾ നല്ല ഹിദായത്തിലോട്ടുള്ള ആൽമാരായറ്. അതുകൊണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതുപോലെ കേൾക്കണം. അല്ലാഹുവിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് ചൊന്നതുപോലെ അങ്ങ് കേൾക്കണോ. എന്താണ് നബി തങ്ങളെ സ്വഹാബത്ത് ചൊന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുടോ, എന്ത്ര കൊണ്ടുണ്ട നബി തങ്ങളെ മൗലിദിനെ പറ്റിയിട്ട് എന്ത്ര ചൊല്ലേ. من أنفق درهما على قراءة مولد النبي صلى الله عليه وسلم كان رفيقي في الجنة. സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുടോ, എന്തിനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നത്? നബി തങ്ങളെ മൗലിദ് ഒരാൾ ഒരു ദിർഹം ഇത് ചെലവാക്കിയാണ്ട് കണ്ടെങ്കിൽ നബി തങ്ങളെ മൗലിദ് ഓതുകയായിട്ട് പള്ളിയിലെ മൗലിദ് നടക്കില്ലേ, ഔത്തുൽ മൗലിദ് നടക്കില്ലേ? അത് ആരെങ്കിലും ഒരാൾ ദിർഹം ചെലവാക്കിയിട്ട് മൗലിദ് കഴിച്ചാണ്ട് കണ്ടെങ്കിൽ, മൗലിദ് നടത്തിയാണ്ട് കണ്ടെങ്കിൽ കാന റഫീഖി ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ നന്റെ സഹപാഠിയാ, അവന് സ്വർഗത്തിൽ നന്റെ ഫ്രണ്ട്, അവന് സ്വർഗത്തിൽ നന്റെ ചങ്ങാതി, അവന്റെ സ്വർഗത്തിൽ നണ്ടൊട്ട് കേൾക്കുവാണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലോചന ആക്കറോ എന്ത് നബി തങ്ങൾ എന്ത്ര ചൊന്നേ? അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. നന്റെ സ്വഹാബിമാർ നക്ഷത്ര തുല്യരാണ്. ആ സ്വഹാബിമാരെ നിങ്ങൾ പിൻപറ്റിയാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലായറ്.
സയ്യിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നതുപോലെ കേട്ടാണ്ട് കണ്ടെങ്കില് ഞങ്ങൾ നബി തങ്ങളെ ചങ്ങാതിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചങ്ങാതിയായി മാറുവാ. ആലോചന കുറു നിങ്ങ. എന്നിട്ട് കേൾക്കണ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുടോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന കൊണ്ടുണ്ട മൻ അല്ലമ മൗലിദൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ നബി തങ്ങളെ മൗലിദിനെ ആദരിച്ചാണ്ട് കണ്ടെങ്കിൽ അതൊക്കെ റെസ്പെക്ട് വെച്ചാണ്ട് കണ്ടെങ്കിൽ അതിനെ ബഹുമാനിച്ച് ഓതൊക്കെ തുടങ്ങിയാണ്ട് കണ്ടെങ്കിൽ ഫക അന്നമാ അഹിയൽ ഇസ്ലാം അവന് ഇസ്ലാമോട് ജീവിച്ചിപ്പിച്ച പോലെയാണ്. ഇസ്ലാമുക്ക് ഒരു ജീവൻ കൊടുത്തത് പോലെയാണ്. ഇസ്ലാമുക്ക് ജീവനെ കൊടുക്കണാണ് ചെന്നെങ്കിൽ അത് ചില്ലറ വിഷയമാ, അത് ചില്ലറ വിഷയ അല്ല. ഇസ്ലാമുക്ക് ജീവന കൊടുക്കരുത്, അത് വലിയ ഒരു അനുഗ്രഹമാണ്. ഇസ്ലാമുടെ ഹയാത്താക്കരുത്, അത് വലിയ ഒരു അനുഗ്രഹമല്ലേ. നോക്കൊരു ബാലക്കാര നൊന്റെ വിത്തുപാത റായത്തിലുള്ള ബാലക്കാര ഒന്ന് ചിന്തനയാക്കണോ. വിത്തുപാത റായത്തിലുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ആശയ ആദർശത്തെ പിൻപറ്റി ജീവിക്കടേ ഓരോ മോമിനിങ്ങ ചിന്തനയാക്കണോ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മൗലിദിനെ ആദരിച്ചാണ്ട് കണ്ടെങ്കിൽ അവനു ഇസ്ലാമുക്ക് ഒരു ജീവൻ കൊടുത്ത പോലെയാണ്. അത്ര പോലെയുണ്ടോ? നബി തങ്ങളെ സ്വഹാബത്തല്ലേ ചൊന്നതിത്? ഉമർ ഖത്താബ് റളിയല്ലാഹു നബി തങ്ങളെ സ്വഹാബത്തല്ലേ? നോക്കൂ മുഅ്മിനീങ്ങളെ. എന്നിട്ട് കേൾക്കണ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുടെന്തരേ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുടോ മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫകഅന്നമാ ഷഹീദ ഗസ്വത ബദർ വഹുനൈൻ. ഒരാള് നബി തങ്ങളെ മൗലിദിന് സഹായിച്ചാണ്ട് കണ്ടെങ്കിൽ, ദിർഹം കൊടുത്ത് സഹായിച്ചാണ്ട് കണ്ടെങ്കിൽ അവനു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പോലെയാണ്. അവനു അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത കൂലിയാണ്. ബദറിങ്ങൾ എന്ന് ചൊന്നെങ്കിൽ ചില്ലറ വിഷയമാ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്താണ്ട് കണ്ടെങ്കിൽ അതൊക്കെ കൂലിയത്ര കൊണ്ടുണ്ട മുഅ്മിനേ. അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇൽ ബദർ. അസ്ഹാബുകളോ അലിയാറ് തങ്ങളെ ചൊല്ലുടോ മൻ അല്ലമ മൗലിദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ അല്ലമ മൗലിദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ നബി തങ്ങളെ മൗലിദിനെ ആദരിച്ചാണ്ട് കണ്ടെങ്കിൽ ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ. ഒരാൾ നബി തങ്ങളെ മൗലിദിനെ ആദരിച്ചാണ്ട് കണ്ടെങ്കിൽ അവന് ദുനിയാവിൽ നിന്നിട്ട് ഈമാനില്ലാണ്ട് പോവല. ഈമാനോട് കൂടെയാണ് അവന് വഫാത്താവുന്നത്. അവൻ്റെ വഫാത്തിന്റെ സന്ദർഭത്തിൽ അവനക്ക് ഈമാനിക്കോ അവൻ്റെ ഈമാനക്ക് ഒരു ഭംഗം വരാല, അവൻ്റെ ഈമാനക്ക് ഒരു ക്ഷതം വരാല, അവൻ്റെ ഈമാനക്ക് ഒരു കോട്ടം വരാല. എന്തേ കാരണം? അവന് നബി തങ്ങളെ മൗലിദിനെ ആദരിച്ചിറ ബഹുമാനിച്ചിറ അതിനെ തള്ളിച്ചൊന്നില്ല. എന്നിട്ട് അലിയാറ് തങ്ങ ചൊല്ലുടോ വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. സ്വർഗത്തുക്ക് ഹിസാബില്ലാണ്ട് പോവാണോ? സ്വർഗത്തുക്ക് എങ്ങനെ നിനക്ക് പോണ്ടത്? ഹിസാബില്ലാണ്ട് സ്വർഗത്തുക്ക് അവന് പോവാ. അതുകൊണ്ടിട്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലുടെ ഞങ്ങൾ ഇഷ്ടപ്പെക്കണോ? അല്ലാഹുവിന്റെ റസൂലുടെ മൗലിദ് ഞങ്ങൾ പാരായണം ചെയ്യണോ? അല്ലാഹുവിന്റെ റസൂൽ മൗലിദ് ഞങ്ങൾ പാരായണം ചെയ്യണോ? ഇത് ഒരിക്കലും ശിർക്കല്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ചെറിയ പറഞ്ഞ ഉദാഹരണം ചൊല്ലണ്ട. ഈ മൗലിദ് ഓതല ശിർക്ക്, ഇത് കുഫ്ർ, ഇത് സമ അല്ല, ഇങ്ങനെ ആയിന്നെ കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എങ്ങനെ വഫാത്തായേ നിങ്ങൾക്ക് എല്ലാവരും കൊണ്ടുള്ള വിഷയമല്ലേ അല്ലേ? സാധാരണ എല്ലാ സമസ്ത അനുസ്മരിക്കുന്ന വേളയിൽ ഇങ്ങനെ ചൊന്നുകൊണ്ട് നടക്കട്ടെ ഒരു വിഷയം. ശംസുൽ ഉലമ വഫാത്തായത് സുബഹിയുടെ ആ നേര അമ്പത്തുകു മുഅദ്ദിനെ ബാങ്ക് വിളിച്ചോണ്ടുണ്ടു, ബാങ്കക്ക് ഉത്തര കൊടുത്തോണ്ടുണ്ടു. ലാസ്റ്റത്തെ ടൈമിലു ലാ ഇലാഹ ഇല്ലല്ലാണ്ട് ചൊന്തു. അതേപോലെ ശംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാണ്ട് ചൊന്തു. എന്നിട്ട് ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട വാങ്ങിയിട്ട്
ഏത് നിലക്ക്? ലാ ഇലാഹ ഇല്ലല്ലാണ്ട് ചൊന്നിട്ടാണ് ഈ ലോകത്തോടെ വിടവാങ്ങിയേ. ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാണ്ട് ചൊന്നിട്ടു ഈ ലോകത്തോടെ വിട്ട് പിരിഞ്ഞാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ വിധി എന്തരെ? മൻകാന ആഖിറു കലാമിഹി ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ ഇല്ലല്ലാണ്ട് ആയണ്ട് കണ്ടെങ്കിൽ ആ ആള് സ്വർഗത്തിൽ അതിൽ രണ്ട് പലക്ക ഇല്ല, രണ്ട് അഭിപ്രായം ഇല്ല. ഇത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതാണ്. അതിൽ രണ്ട് പലക്ക ഇല്ല. സ്വർഗത്തിലല്ലേ? ആ ശംസുൽ ഉലമ മൗലിദ് ഓതിയ മഹാനല്ലേ? കുത്തുബിയത്ത് കഴിച്ച മഹാനല്ലേ? റാത്തീബ് കഴിച്ച മഹാനല്ലേ? അപ്പൊ എന്തുകൊണ്ട് അങ്ങനത്തെ ഭാഗ്യം കിട്ടിയത്? ഒരു പക്ഷേ ശിർക്ക് കുഫ്ർ ആയിന്നെന്ത് കണ്ടെങ്കിൽ മൗലിദ് ഓതുക ശിർക്ക്, അതുപോലെ റാത്തീബ് കഴിക്കൽ ശിർക്ക് കുഫ്ർ ഇങ്ങനെ ആയിട്ട് കണ്ടെങ്കിൽ അങ്ങനെ ആ ദിക്ർ ചൊന്നിട്ടു വഫാത്തക്കോ ഭാഗ്യ കിട്ടാൻ ആലോചനാക്കൂ. അതേ മയ്യാവൂല്ലേ നിങ്ങൾക്ക്? വെറുതെ ഞങ്ങൾ ആ ബിദഈ പ്രസ്ഥാനക്കാരെ ബാക്കിൽ പോയിട്ട് അങ്ങനെ ഒരു സ്റ്റൈലുലയോ ഭയങ്കര ഒരു പാൻറ്റ ഒരു ശൈലി കണ്ടെങ്കിൽ സുന്നത്തൂല് ഭയങ്കര സുന്നത്തങ്ങൾ, വലിയ താടി വെച്ചാറ്, മീശ ഫുള്ള് പിന്നെ സീറോ അടിച്ചാറ്, ഫുള്ള് തലയെല്ലാം ഫുൾ ഇതാക്കിയാറ്. സുന്നത്ത് ഇത് നബി തങ്ങൾ സുന്നത്ത്, നബി തങ്ങൾ സുന്നത്ത്. അത് നബി തങ്ങൾ സുന്നത്ത് സമ. പക്ഷേ നീ ആക്കാത്ത ചൊമ്മ സുന്നത്തെല്ലാം ഉണ്ടു, നീ വിട്ടുപോയ ചമ്മ സുന്നത്തെല്ലാം ഉണ്ടു. ആ സുന്നത്തിന് നീ പിടി ഫസ്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബികൾ ചൊന്ന കുറേ കാര്യങ്ങളുണ്ട്, താബിഈങ്ങൾ തബഉ താബിഈങ്ങൾ ചൊന്ന കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നീ ഫസ്റ്റ് ആക്ക്. അതെല്ലാം ഫസ്റ്റ് നീ ആക്കുക. എന്നിട്ട് പിന്നെ നീന് താടി വിടും, പിന്നെ നീ മീശ വെട്ട്. താടി വിടൽ സുന്നത്താണ്, നല്ല ഒരു പ്രകൃതിയാണ് താടി വിടൽ. മീശ വെട്ടണോ താടി ബടിക്കണോ കുത്തീറ. ഇപ്പം താടി എല്ലാവർക്കും താടിയായി പോയിട്ട്, തല ഒരു ഫാഷൻ താടിയായി പോയിട്ട് ഭയങ്കര ക്രോഫും താടിക്ക് ഒരു ക്രോഫ് വന്നിട്ടിപ്പം. ഇപ്പം മുസ്ലിമാർ എല്ലാവരും താടി. ഇപ്പം അവിടെ താടി വെക്കിട ആൾമാർ ഞങ്ങൾ ചിന്തിക്കണോ, ഇത് സുന്നത്തു റസൂലില്ലാ, അള്ളാടെ റസൂലുടെ സുന്നത്തായിട്ട് കിട. ഇത് തൊപ്പി വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നിയ്യത്ത് വെക്കണോ, അതുപോലെ കൈക മോന്തിരി ഇടുമ്പോഴത്തേക്കും ഞങ്ങൾ നിയ്യത്ത് വെക്കണോ. ഇത് നബി തങ്ങളുടെ സുന്നത്താണ്, ഇത് നബി തങ്ങളുടെ സുന്നത്താണ്. ഈ സുന്നത്തിന് കൂടി നിങ്ങൾക്ക് കിട്ടണോ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു നിയ്യത്ത് നിങ്ങൾക്ക് എപ്പോഴും വേണോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദ് ഞങ്ങൾ ഓതണോ, പാരായണം ചെയ്യണോ. മഹല്ലത്തുകളിൽ ഞങ്ങൾ അത് ആ മൗലിദ് നടത്തുമ്പോൾ അതൊക്കെ ഞങ്ങൾ പൈസ ചെലവാക്കണോ. ബഹുമാനപ്പെട്ട ഞങ്ങളെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുടു, മൻ ഹയ്യ തുആമൻ മൻ ജമഅ ലിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്വാനൻ വഹയ്യ തുആമൻ വഅഖ്ലാ മകാനൻ വകാന സബബൻ ലിഖിറാഅതിഹി. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലുടു, ഒരാൾ മൗലിദ് ഓതുകപ്പിനായിട്ട് ഒരാൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അയാൾ മൗലിദ് കഴിച്ചിട്ട് എന്നിട്ട് ഭക്ഷണം ചോറ് ഉണ്ണുകപ്പിനായിട്ട് ചോറെല്ലാം റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ നല്ല നല്ല കാര്യങ്ങളെല്ലാം ആളാക്കി കൊടുത്തു.